ഏതാണ്ട് 700 ബില്യൺ അമേരിക്കൻ ഡോളറിന് മുകളിൽ ആസ്തിയുള്ള ലോകത്തെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ആളാണ് ഇലോൺ മസ്ക്. ഇന്നേ വരെ ലോകത്തെ ഒരു ശതകോടീശ്വരനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത, സ്വപ്നം കാണാൻ കഴിയാത്ത അത്ര സമ്പത്ത് ഇപ്പോൾ മസ്കിന്റെ കയ്യിലുണ്ട്. ആ മസ്കിന്റെ സ്വന്തം സ്ഥാപനമാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും, സ്റ്റാർ ലിങ്ക് എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം നൽകുന്ന സ്റ്റാർ ലിങ്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാനായിട്ട് അനുമതി തേടിയിരുന്നു. പല മന്ത്രാലയങ്ങളും അവർക്ക് അനുമതി കൊടുത്തു. അവസാനം സെക്യൂരിറ്റി ക്ലിയറൻസിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ അനുസരിച്ച് സ്റ്റാർ ലിങ്കിന് ഇന്ത്യയിൽ സേവനം ലഭ്യമാക്കുന്നതിനുള്ള സുരക്ഷാ ക്ലിയറൻസ് നടപടികൾ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് എന്നിവരുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് സൂചന. സായിപ്പ് പണ്ട് നടത്തിയിരുന്നത് പോലെ ഇന്ത്യയിൽ വന്ന് എന്തും ചെയ്യാമെന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു. ഇന്ത്യയുടെ ചില ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. അല്ലാതെ സായിപ്പാണെന്ന് കരുതി പണ്ടത്തെ പോലെ ഇന്ത്യയിൽ വന്ന് എന്ത് രീതിയിലും കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു. മോദി ഗവൺമെന്റ് രാജ്യസുരക്ഷയ്ക്ക് നൽകുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ഇന്ത്യയിൽ തന്നെ സംഭരിക്കണം എന്ന കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കമ്പനികൾ പാലിക്കേണ്ടതുണ്ട്. ഇതിൽ പൂർണ്ണമായ വ്യക്തത വരുത്താത്തതാണ് സ്റ്റാർ ലിങ്കിന് പണിയായത്. അതിനു പുറമെ സ്റ്റാർ ലിങ്കിന്റെ ഓഹരി പങ്കാളിത്തം, വിദേശ നിക്ഷേപങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ആവശ്യപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിൽ വന്ന കാലതാമസവും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക്, വിശേഷിച്ച് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്, ഈ കമ്പനികളിൽ നേരിട്ടോ അല്ലാതെയോ നിക്ഷേപമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നതിൽ വന്ന കാലതാമസവും ഈ നടപടിക്ക് കാരണമായിട്ടുണ്ട്. ഇതോടൊപ്പം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഡാറ്റ ട്രാഫിക് എവിടെയൊക്കെ നിരീക്ഷിക്കപ്പെടുന്നു, ഗേറ്റ്വേകൾ എവിടെയൊക്കെ സ്ഥാപിക്കും തുടങ്ങിയ കാര്യങ്ങളിലും സുരക്ഷാ ഏജൻസികൾക്ക് വ്യക്തത ആവശ്യമുണ്ട്. ഇതൊന്നുമില്ലാത്തത് കൊണ്ടാണ് നിലവിൽ സ്റ്റാർ ലിങ്കിനോട് നിക്കവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ശാശ്വതമായ നിരോധനമല്ല, മറിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പൂർണ്ണമായ തൃപ്തി വരുന്നതുവരെ ഇന്ത്യ സ്റ്റാർ ലിങ്കിന്റെ തുടർ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. താൽക്കാലിക നിർത്തിവയ്ക്കലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സുരക്ഷാ ഏജൻസികൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്കും കമ്പനിയും മറുപടി പറഞ്ഞേ പറ്റൂ. അതും കൃത്യമായ മറുപടി. അതിന് രേഖകളും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതും നൽകണം. എങ്കിൽ മാത്രമേ ക്ലിയറൻസ് നടപടികൾ മുന്നോട്ട് പോകൂ. ആമസോണിന്റെ പ്രോജക്റ്റ് കുയിപ്പർ, വൺ വെബ് തുടങ്ങിയ മറ്റ് ആഗോള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനദാതാക്കളും ഇന്ത്യൻ വിപണി ലക്ഷ്യമിട്ട് ലൈസൻസിനായിട്ട് കാത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാവർക്കും ഒരുപോലെയുള്ള കർശന സുരക്ഷാ പരിശോധനകളാണ് ഇന്ത്യ ഇപ്പോൾ പിന്തുടരുന്നത്. ദേശീയ സുരക്ഷയുടെയും ഡാറ്റ പരമാധികാരത്തിന്റെയും കാര്യത്തിൽ സമീപകാലത്തായിട്ട് ഇന്ത്യ വളരെ കർശനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കമ്പനി ഇനി എത്ര വലിയ ആഗോള ഭീമനായാലും, അതിനിപ്പോൾ അമേരിക്കൻ കമ്പനി ആയാലും, പ്രസിഡന്റ് ട്രംപിന്റെ സ്വന്തം കമ്പനിയാണെങ്കിലും അല്ലെങ്കിലും, രാജ്യത്തെ നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഒരുപോലെ ബാധകമാണ് എന്ന കൃത്യമായ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. പ്രത്യേകിച്ച് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ സുരക്ഷാ ഏജൻസികൾക്ക് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കഴിയില്ല. ഉപഭോക്താക്കളുടെ ഡാറ്റ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുക, വിദേശ നിക്ഷേപങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുക തുടങ്ങിയ നിബന്ധനകൾ സാങ്കേതിക മേഖലയിൽ ഇന്ത്യയുടെ സുരക്ഷാ അടിത്തറ ശക്തമാക്കുന്നതിന്റെ കൂടി ഭാഗമാണ്. അതിർത്തി സുരക്ഷ പോലെ തന്നെ ഡിജിറ്റൽ അതിർത്തികളുടെ സുരക്ഷയും ഇന്നത്തെ കാലത്ത് നിർണായകമാണ് എന്ന് ഇന്ത്യയുടെ നീക്കങ്ങൾ അടിവരയിടുകയാണ്. നമ്മൾ കാണുന്നുണ്ട്, പല രാജ്യങ്ങളിലും അമേരിക്കയുടെ സുരക്ഷാ ഏജൻസികൾ സ്റ്റാർ ലിങ്ക് ഉപയോഗപ്പെടുത്തുന്നത്. ഇറാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളും സ്റ്റാർ ലിങ്ക് നിരോധിച്ചിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം തന്നെ അനധികൃതമായിട്ട് ഇത് പ്രവർത്തിക്കുകയും അമേരിക്കയുടെ സുരക്ഷാ ഏജൻസികൾ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവരുടെ താല്പര്യങ്ങൾക്കായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇന്ത്യക്ക് അങ്ങനെ ഒരു രാജ്യത്തെയും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും കഴിയില്ല. കർശനമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാം. അല്ല എങ്കിൽ പെട്ടിയും കിടക്കയെടുത്ത് ഗുഡ് ബൈ പറഞ്ഞ് പൊയ്ക്കോളാനാണ് ഇന്ത്യ പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.